രാവിലെ തന്നെ അനുമോൾക്ക് ചില സൂചനകൾ കൊടുത്തിരിക്കുകയാണ് ജിഷിനും അഭിലാഷും. അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്ന് അനുമോളെ അറിയിക്കുന്നത് പോലെയാണ് ആ ഒരു സൂചന നൽകിയത്. അതായത് ഈ റീഎൻട്രി നടത്തി കയറി വരുന്ന മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ അനുമോളെയാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജിഷിനും അഭിലാഷും പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന 7 പേര്, അതായത് ആര്യനും ജിസയിലും അവരൊക്കെ ഉൾപ്പെടെ നിന്റെ ശത്രുക്കളാണ്, അവരൊക്കെ നിന്നെ ചിലപ്പോൾ ടാർഗറ്റ് ചെയ്തേക്കാം എന്ന രീതിയിൽ ജിഷൻ സംസാരിക്കുന്നു. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ആളുകളെ നെഗറ്റീവ് ആക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത് മാക്സിമം. അതുപോലെ തന്നെ എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ള, ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെയാണ് അവസാന നിമിഷങ്ങളിൽ ടാർഗറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ റീഎൻട്രി നടത്തി കയറി വന്നവരും ചലഞ്ചേഴ്സായിട്ട് കയറി വന്നവരും അവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെയാണ്. അപ്പോൾ അനുമോളെ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോൾക്കായിരിക്കണമല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് എന്ന് അനുമോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർ ജിഷിനും അഭിലാഷത്തൊക്കെ പറയുമ്പോൾ അനുമോൾ ചിരിക്കുന്നുണ്ട്. ഏകദേശം പറയാതെ പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ജിഷിൻ അവിടെ ഇവിടെ തൊടാതെ അനുമോളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ അനുവിന് വളരെയധികം ആശ്വാസമാകുന്നുണ്ട്. മാത്രമല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു ജിഷിനും അഭിലാഷും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് വാണിംഗും കൊടുക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ്. എന്തായാലും രാവിലെ തന്നെ അനുമോൾക്ക് ചില സൂചനകൾ നൽകിയിരിക്കുകയാണ് ജിഷിനും അഭിലാഷും. കൂടുതൽ അപ്ഡേറ്റുകളുമായി